നമസ്കാരം. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മൂമ്മ അറസ്റ്റിലാകുമ്പോൾ ഉയരുന്നത് സർവത്ര ദുരൂഹത. കറുകുറ്റി കരിപ്പാല ഭാഗത്ത് പയ്യപ്പള്ളി വീട്ടിൽ റോസിയെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകം നടത്താനുള്ള കത്തി പ്രതി മുമ്പേ കരുതി വെച്ചിരുന്നു. ഇതിന് കാരണമാണ് ഇനി വ്യക്തമാകാനുള്ളത്. കറുകുറ്റി കോരമന ഭാഗത്ത് താമസിക്കുന്ന ദമ്പതികളുടെ 6 മാസം പ്രായമായ ഡെൽന മറിയം സാറയെയാണ് അമ്മൂമ്മ കൊലപ്പെടുത്തിയത്. റോസി കത്തികൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 9ഓടെ കുട്ടിയെ റോസിയുടെ അടുത്ത് കിടത്തിയ ശേഷം അമ്മ റൂത്ത് അടുക്കളയിൽ പോയപ്പോൾ കത്തികൊണ്ട് കുട്ടിയുടെ കഴുത്ത് മുറിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നമുണ്ടെന്നും ദേഷ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്യുകയായിരുന്നുവെന്നുമാണ് റോസിയുടെ മൊഴി. അങ്കമാലി പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു റോസിയുടെ കുറ്റസമ്മതം. കത്തി റോസിയുടെ മുറിയിൽ തന്നെയുണ്ടായിരുന്നു. റോസിയെയും കുഞ്ഞിന്റെ മാതാപിതാക്കളെയും വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. സംഭവത്തിന് ശേഷം അവശ നിലയിൽ കണ്ട റോസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവർ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ മാനസിക നില ശരിയല്ലെന്ന വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അന്വേഷണമുണ്ടാകും. കുട്ടിയെ റോസിയുടെ അടുത്ത് കിടത്തിയ ശേഷം റോസിക്ക് കഞ്ഞിയെടുക്കാനായിട്ടാണ് അമ്മ റൂത്ത് അടുക്കളയിലേക്ക് പോയത്. ഈ സമയത്തായിരുന്നു കൊലപാതകം. കുട്ടിയുടെ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. അമ്മമ്മയുടെ ആവശ്യപ്രകാരം തന്നെയാണ് അമ്മ കഞ്ഞിയെടുക്കാനായി അടുക്കളയിലേക്ക് പോയത്. തിരിച്ചെത്തിയപ്പോൾ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത്. അമ്മയുടെ ബഹളം കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തിയത്. ഉടൻ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കുട്ടിക്ക് ചെറിയ മുറിവ് പറ്റിയെന്നാണ് ആശുപത്രിയിൽ ആദ്യം പറഞ്ഞത്. പിന്നീട് ഓക്സിജൻ കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് കഴുത്തിലെ മുറിവ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ശരീരത്തിൽ നിന്ന് അമിത അളവിൽ രക്തം വാർന്നു പോയിരുന്നു. കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന സൂചനകൾ കൊലപാതകം നടന്ന ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ശരീരത്തിലെ സോഡിയം കുറയുമ്പോൾ അമ്മൂമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇതിനു മുൻപും ഇവർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. കറുകുറ്റി കോരമന ഭാഗത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഡിവൈഎസ്പി TR രാജേഷ്, ഇൻസ്പെക്ടർ A രമേശ്, SIമാരായ K പ്രദീപ് കുമാർ, ബിജീഷ് എന്നിവരുൾപ്പെടുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഡെൽനയ്ക്ക് ഹൃദയം തകരുന്ന വേദനയോടെയാണ് മാതാപിതാക്കളും ഉറ്റവരും നാടും വിട നൽകിയത്. എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് എടക്കുന്ന് ചീനി കരിപ്പാലയിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചത്. പൊന്നോമനയുടെ ചേതനയേറ്റ ദേഹം കണ്ടതോടെ അമ്മ റൂത്ത് വാവിട്ട് നിലവിളിച്ചു. അച്ഛൻ ആന്റണിയുടെ നിയന്ത്രണം വിട്ടു. ചേട്ടൻ ഡാനിയിലുമുണ്ടായി. നിരവധി പേരാണ് കുഞ്ഞു ഡെൽനയ്ക്ക് യാത്രാമൊഴിയേകാൻ എത്തിയത്. വൈകിട്ട് 4:30 എടക്കുന്ന് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. ചെല്ലാനം ആറാട്ടുപുഴക്കടവിൽ ആന്റണിയുടെയും റൂത്തിൻ്റെയും മകളാണ് കൊല്ലപ്പെട്ട ഡെൽന മരിയ സാറ. കുഞ്ഞിൻ്റെ ജ്യേഷ്ഠൻ ഡാനിയലിൻ്റെ 4ാം പിറന്നാൾ കൂടിയായിരുന്നു ബുധനാഴ്ച. ഇത് ആഘോഷിക്കാൻ കുടുംബം തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. മാതാപിതാക്കൾ അസുഖബാധിതരായതിനെ തുടർന്ന് 1 വർഷം മുൻപാണ് റൂത്ത് സ്വന്തം വീട്ടിലേക്ക് വന്നത്. ഇതിനിടെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങുകൾക്ക് ശേഷം ചെല്ലാനത്തേക്ക് മടങ്ങാനിരിക്കെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മകൾ മടങ്ങുമോ എന്ന ചിന്തയാണോ റോസിയെ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന സംശയവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. ആന്റണി കുറച്ചുനാൾ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. റൂത്ത് നേഴ്സായും ജോലി നോക്കിയിരുന്നു. പിന്നീട് ജോലി ഉപേക്ഷിച്ചു. ആന്റണി 6 മാസം മുൻപാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. റൂത്തിൻ്റെ അച്ഛൻ ദേവസിക്ക് അടുത്തിടെ ഹൃദയാഘാതം വന്നതിനാൽ ചികിത്സയിലാണ്. സോഡിയം കുറവുള്ളതിനാൽ റോസിയും ചികിത്സയിലാണ്.